ഹലോ ഗൈസ്, വെൽക്കം അവർ ചാനൽ. ഇന്ന് ഓണൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് വെച്ചു. അല്ലെങ്കിൽ അമ്മ കയറി റോഡിൽ പോയിട്ട് ഇനി ചെന്നില്ല ഞങ്ങളെ അതുകൊണ്ട് നമുക്ക് പോയി റോഡ് നമ്മുടെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാം. അപ്പോൾ നമുക്ക് റോഡിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ സിംബയുണ്ട് കൂടെ. രാവിലെ തന്നെ നല്ല വെയിലാണ് ഗൈസ്. ഇതാണ് നമ്മുടെ വഴി. ഈ വഴി കയറി ചെല്ലുന്നതാണ് നമ്മുടെ റോഡ്. ഇത് കുറച്ചങ്ങോട്ട് കയറുമ്പോൾ നമ്മുടെ റോഡ്. ഇത് നമ്മുടെ അനിയൻ്റെ വണ്ടി കേട്ടോ. കൊടുക്കാൻ പറയാൻ ചെറുക്കൻ കൊടുക്കത്തുമില്ല. നമുക്ക് ഇട്ടൊരു ഉപകാരമില്ല. കെട്ടിപ്പോയി ഇങ്ങനെ വെച്ചേക്കുക. നമ്മുടെ സിംബ രാവിലെ തന്നെ ഓരോന്നൊക്കെ നോക്കുന്നുണ്ട്. തന്നെ ഉണ്ടോ പേടിപ്പിക്കുക. ഇത് നമ്മുടെ അമ്മച്ചി രാവിലെ പണിയാണ്. ഓക്കെ, നമ്മുടെ പൊന്നമ്മ രാവിലെ പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ അമ്മയുടെ അടുത്ത് നിന്ന് എന്തൊക്കെ ചോദിക്കുന്നു. അവൾക്ക് പണിയെടുക്കാൻ അത്ര വശമുള്ളതൊന്നുമല്ല. എന്നാലും അവൾ നോക്കുന്നുണ്ട്. രാവിലെ തിന്നത് കുറഞ്ഞു പോയതാണോ അതോ ഇരുമ്പിന് ഇനി മാത്രം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. വെട്ടിയിട്ടൊന്നും മുറിയുന്നൊന്നും ഇല്ല. എന്നാലും നോക്കുന്നൊക്കെ ഉണ്ട്. വെട്ടിമുറിച്ച് ഗൈസ്, അവളത് വെട്ടിമുറിച്ച്. തകൃതിയായിട്ടല്ല, നല്ല ചൂടൊക്കെ ഉണ്ട് ഗൈസ്. ഇനി നമുക്ക് അമ്മ ഇവിടുന്ന് നൈസായിട്ട് സ്കിപ്പ് അടിച്ചിട്ടുണ്ട്. എന്താണ് ഉണ്ടാക്കാൻ പോയതാണെന്ന് തോന്നുന്നു. തോരനും നല്ല ചൂട് കഞ്ഞിയാവും. മതിയോ? എടുക്കോ കേട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ സുറുമി. പോമനേറിയൻ എന്നും പറഞ്ഞ് ചേട്ടൻ്റെ കൂട്ടുകാരൻ കൊടുത്താൽ വളർന്നു വന്നപ്പോഴും നല്ല നാടൻ പട്ടി. അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് ദാഹിച്ച്. അടുത്തത് ഇത് ഏത് ബ്രീഡാ തരത്തില്ല. എന്തായാലും കാശ് കൊടുത്ത് മേടിച്ച അനിയും മേടിച്ചിട്ട് വന്ന സാധനം. ഇവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതല്ലാതെ ഈ വീട്ടിൽ വേറെ ഒരു ജോലിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഗൈസ് വൃത്തിയാക്കി ചെന്നപ്പോൾ കുറേ അട്ടക്കുട്ടകൾ. ഒരട്ട, രണ്ടട്ട, അട്ടയോടട്ട. ഇതെത്ര അട്ട! അവളുടെ പണിയൊക്കെ കഴിഞ്ഞ് അവൾ കുഴപ്പേട്ടാ. അപ്പൊ ഗൈസ് നമ്മുടെ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കി വീട്ടിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ പണിയൊക്കെ. ഇതാണ് ഞങ്ങളുടെ പ്രകൃതി രമണീയമായ ഞങ്ങളുടെ സ്ഥലം. ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇത് മൊത്തം റബ്ബറാണ്. നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മൊത്തം റബ്ബറാണ്. നമുക്ക് താഴോട്ട് ഇങ്ങനെ പോകാം. ഇത് ഞങ്ങളുടെ പടി ഇറങ്ങി താഴോട്ട് ചെല്ലുന്നതാണ് ഞങ്ങളുടെ മുറ്റത്തൊക്കെ കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. അമ്മ എന്നാൽ കൃഷിക്ക് ഇറങ്ങി ഇതേ പയറ് നട്ട്. ഇപ്പോൾ പയറും ഇല്ല, ചെടിയും ഇല്ല, ഒന്നുമില്ല. ഇത് ഞങ്ങളുടെ കിണർ. ഇന്നലെ ഞങ്ങളുടെ വൃത്തിയാക്കി കിണറിനകത്തായിരുന്നു കേട്ടോ. അത് എടുക്കാൻ പറ്റിയില്ല. നമുക്ക് കാലും കൈയൊക്കെ കഴുകിയിട്ട് നമുക്ക് വീട്ടിലോട്ട് പോയി തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. വിശപ്പ് ചെറുതായിട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പോവാം. ഇത് ഇന്നലെ ഇട്ട് ഊഞ്ഞാലാണ് കേട്ടോ. ഇവൻ ഓണത്തിന് ഊഞ്ഞാലിട്ടില്ലെന്നും പറഞ്ഞ് ഇവൻ ഇന്നലെ ഇടിപ്പിച്ച് ഊഞ്ഞാലാണ്. അപ്പം പാട്ടൊക്കെ പാടുന്നുണ്ട്. ഏത് ഭാഷയാണ് പറയുന്നത് നമുക്ക് പോലും മനസ്സിലാവത്തില്ല. നല്ല പാട്ടാണ്. നമുക്ക് അകത്തോട്ടൊക്കെ കയറിയിട്ട് തിന്നാൻ എന്തെങ്കിലും ആയോ എന്ന് നോക്കാം. ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീടിൻ്റെ ഹാളാട്ടോ. ചവിട്ടിയൊക്കെ തുടച്ച് നമുക്ക് താഴോട്ട് ചെന്നിട്ട് എന്തെങ്കിലും ആയോ നമുക്ക് അമ്മച്ചിയുടെ അടുക്ക ചോദിക്കാം. നമുക്ക് തിന്നാം. താഴോട്ട് പോയിട്ട് അമ്മ എന്തൊക്കെയോ വെക്കുന്നുണ്ട് ഗൈസ്. കോമക്കായും കൊണ്ടൊക്കെ പോയിട്ടുണ്ട്. അമ്മ ജോലിയൊക്കെ കഴിഞ്ഞോ? വൃത്തിയാക്കിയോ? അതിലെല്ലാം ചെറിയിട്ട് വന്നാന്നോ? കഴിഞ്ഞ് കഞ്ഞി ഊറ്റി വെച്ചിട്ടുണ്ട്. അമ്മ ഈ ഓമയ്ക്ക ഒന്ന് പാകം ചെയ്ത് ഇപ്പൊ 10 മിനിറ്റ് റെഡിയായി. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ ബൈ.